നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ടാറ്റയുടെ നെക്സോൺ ആണെന്നുണ്ടെങ്കിലും നെക്സോൺ EV ആണെന്നുണ്ടെങ്കിലും പഞ്ചിൻ്റെ EV ആണെന്നുണ്ടെങ്കിലും ഈ വാഹനത്തിൻ്റെ എല്ലാം ഡിസൈൻ ലാംഗ്വേജ് മറ്റൊരു വാഹനത്തിൽ നിന്നും കടമെടുത്തതാണ്. അതായത് ടാറ്റയുടെ കോൺസെപ്റ്റ് കർവ് എന്ന് പറയുന്ന വാഹനമാണ് ആദ്യം ഡിസൈൻ ചെയ്തത്. മാർട്ടിൻ ക്ലാരിക് എന്ന് പറയുന്ന അവരുടെ മെയിൻ ഡിസൈനർ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത വാഹനങ്ങളിൽ ഒന്ന് കർവാണ്. അതിന് മുമ്പുണ്ടായിരുന്ന പ്രതാപ് ബോസ് ഡിസൈൻ ചെയ്ത വാഹനമാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആദ്യ കാലഘട്ടത്തിലെ നെക്സോണൊക്കെ. അതിനകത്ത് ആ ഡോറിൻ്റെ താഴെയുടെ പോകുന്ന ആ ഒരു വൈറ്റ് കളറുള്ള ബീഡിംഗ് ഒക്കെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ആ ഒരു കാരണത്താലൊക്കെ അത്തരം വാഹനങ്ങൾ അവോയ്ഡ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം മാർട്ടിൻ ക്ലാരിക് വന്നതിന് ശേഷം മികച്ച ഡിസൈൻ ലാംഗ്വേജുകളാണ് ടാറ്റയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കോൺസെപ്റ്റ് കർവിൻ്റെ ലോഞ്ചിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വലിയൊരു ലോഞ്ച് വരുന്നുണ്ട്. അത് മഹീന്ദ്രയുടെ ഥാറിൻ്റെ 5 ഡോറാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ ഒരു വാഹനത്തെ ലോഞ്ച് ചെയ്യുകയാണ്. കാരണം രണ്ട് വാഹനം ഏകദേശം ഒരേ സമയം ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ലഭിക്കുന്ന ഒരു വാഹനം മഹീന്ദ്രയുടെ ഥാറിൻ്റെ 5 ഡോർ അർമദ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർമദയുടെ ലോഞ്ചിന് ശേഷം ഇപ്പോൾ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അർമദ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു വാഹനം ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് അത് നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു വാഹനത്തിന് മാക്സിമം അറ്റൻഷൻ ലഭിക്കില്ല എന്നതുകൊണ്ടായിരിക്കാം ടാറ്റ ഈ ഒരു വാഹനത്തെ ഓഗസ്റ്റ് 7-ന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വളരെ നല്ല വാഹനമാണ്, മോശമൊന്നും പറയാനില്ല. കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനാണ്, നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഡിസൈൻ ലാംഗ്വേജ് ആണ്. അത് മാത്രമല്ല 17 ഇഞ്ചിൻ്റെ ഫ്ലോറൽ കൈൻഡ് ഓഫ് അലോയ് വീൽസ് ഉണ്ട്, 360 ഡിഗ്രി ക്യാമറയുണ്ട്, എഡാസിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വാഹനം വരുന്നത് എക്സോൺ പ്ലാറ്റ്ഫോമിലാണ്. നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സോൺ തന്നെയാണ്. നമ്മൾ സി പില്ലർ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ ആ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഡീസൽ, പെട്രോൾ, CNG, ആദ്യം വരുന്നത് ഇലക്ട്രിക് ആയിരിക്കും. നല്ലൊരു വാഹനമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാനില്ല. ടാറ്റയാണ്, നല്ല സേഫ്റ്റി ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പിൻ പോയിൻ്റ് ചെയ്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. നമ്മളെത്ര നന്നായിട്ട് വാഹനം ഓടിച്ചിട്ടും കാര്യമില്ല, ഓപ്പോസിറ്റ് വരുന്ന ആൾ കൂടെ അത്തരത്തിൽ വന്നാലാണ് നല്ല രീതിക്ക് മാന്യമായിട്ട് വാഹനം റോഡുകളിലൂടെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എഞ്ചിൻ, അതായത് റബട്രോൺ എഞ്ചിൻ തന്നെ നിലനിർത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ടാറ്റയുടെ ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ അത് ഈ ഒരു വാഹനത്തിലേക്ക് വരും. 1.2 ഉണ്ട്, അത് മാത്രമല്ല 1.5 ഉണ്ട്. അപ്പോൾ 1.2 വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. 1.5 തന്നെ വരും എന്നാണ് നമ്മുടെ ഒരു പേഴ്സണൽ വിശ്വാസം. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് ഓഗസ്റ്റ് 7-ന് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കലും നന്ദി പറയുന്നു. നമസ്കാരം.